ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ വെച്ചിട്ട് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ ഒരു കപ്പ് തൈര്, അധികം പുളിപ്പുള്ള തൈരല്ല, ഇത് ഒരു മീഡിയം പുളിപ്പുള്ള തൈരാണ്. ഇനി നമുക്ക് ഈ റവയിലേക്ക് തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തൈര് കിടന്നിട്ട് റവയൊന്ന് പൊതിർന്ന് വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ സോഡാ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററിൻ്റെ തിക്കാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. അധികം ലൂസാവാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ബാറ്റർ ഏകദേശം ഇതുപോലെ ആയി കിട്ടും. ഇപ്പോൾ നമ്മുടെ പഞ്ഞപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതക്കിയത് ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്കായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകവും 1/4 ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസ് 2 സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിനി ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് ചെറുതായി ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബോയിൽ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങാണ്. അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉള്ളവർക്ക് അതിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്നാക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ അപ്പം എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അപ്പച്ചെമ്പ് വെച്ചിരിക്കുകയാണ്. സ്റ്റീമർ ഉള്ളവർക്ക് അത് വെക്കാം കേട്ടോ. അതിലേക്ക് ഒരു പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ബാറ്ററിൻ്റെ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഒരു വാഴയുടെ ഇലയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി വെച്ചു. എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ബാറ്റർ അത്യാവശ്യം തിക്കോട് കൂടിയുള്ളതായതുകൊണ്ട് തന്നെ നമ്മുടെ ഫില്ലിങ് താന്നു പോകുന്നില്ല. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കി വന്ന ബാറ്റർ കൂടി ഒഴിച്ച് ഫുൾ കവർ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ഞപ്പം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതല്ലാതെ പിന്നെ നമുക്കൊരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇടാം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പം നമുക്കതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പഞ്ഞപ്പം വെച്ച് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഈ ഒരു അപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കൂ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ.
സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.